മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചിറങ്ങി പഞ്ചായത്തിലെ 4 തീരദേശ വാർഡുകൾ, ആ വാർഡുകളിലെ കടക്കിൽ കത്തി വെച്ചുകൊണ്ട് 2 വാർഡാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരട് വന്നിട്ടുണ്ട്. അതൊരു കാരണവശാലും നടക്കുന്ന കേസല്ല. ഇനി ഒരു 4 വാർഡ് വരേണ്ട സ്ഥലത്ത് പിന്നെ അത് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ജനങ്ങളും അത്രയും സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നത്? അത് നമ്മൾ അനുവദിക്കില്ല. നിലവിൽ നമ്മുടെ പെരുവാറ പ്രദേശത്ത് 3 വാർഡുള്ളത് വെട്ടി 2 വാർഡാക്കുന്നു. അപ്പുറം നാഗമ്പള്ളിയിൽ ഒരു വാർഡ് വരാതിരിക്കുക കരുത്തിൽ കത്തി വയ്ക്കുന്നില്ല. അവർ കാര്യമാണ് ഈ പറയുന്ന സത്യമായ കാരണം ഇതിപ്പോൾ ഒരു പുതിയതായിട്ടൊരു പഞ്ചായത്ത് രൂപീകരണം ഇവിടെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അട്ടിമറി ആണ് ഇവരിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു പഞ്ചായത്ത് അത്യാവശ്യമാണ്, ഈ വർഷങ്ങളോട് നമ്മുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് ഞങ്ങൾ ശക്തമായിട്ട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് കണ്ണടച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഉദ്ദേശം വെച്ചാൽ ഇവിടെ പഞ്ചായത്ത് വരാതിരിക്കാനുള്ള ഒരു ഒത്തുകളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ അതിനെ പ്രതിഷേധിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും അവസാനത്തെ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തീരദേശത്ത് പള്ളിത്തുറയാണ്. അത് കഴിയുമ്പോൾ കണ്ണംകുളം പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഈ പുതുക്കുറിച്ചി വരെ തീരദേശ പഞ്ചായത്ത് കണ്ണംകുളം തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ പെരുവാത പ്രദേശം മാത്രം ഈ തീരദേശ പഞ്ചായത്ത് അല്ലാതെ ചിറയൻകീഴ് പഞ്ചായത്തിന്റെ കീഴിലാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ അഞ്ചുതെങ്ങ് തീരദേശ പഞ്ചായത്താണ്, വെട്ടൂർ തീരദേശ പഞ്ചായത്താണ്, വർക്കല മുനിസിപ്പാലിറ്റി, എല്ലാ തീരദേശം. ഈ ഒരു പ്രദേശം മാത്രം തീരദേശ പഞ്ചായത്തിൽ ഉൾപ്പെടാൻ അവിടെയുള്ള പഞ്ചായത്തിലോട്ട് കൊടുത്തതിന് പിന്നിൽ മുൻകാലത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായിട്ട് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഗൂഢാലോചന നടന്നതായിട്ട് എനിക്ക് അഭിപ്രായമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു ഗൂഢാലോചനയുടെ ഇതിനാണല്ലോ ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. ഈ വാർഡിനെ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വാർഡിനെ ഇപ്പോൾ ഒരു നമുക്ക് ഇവിടുത്തെ പോപ്പുലേഷൻ നമുക്ക് ഒരു 4 വാർഡ് കിട്ടേണ്ട നമ്മുടെ വാർഡിന് ഉദ്ദേശപരമായ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒത്തുകളിയാണ് ഈ ഗവൺമെൻറ്റും അതിനകത്ത് മറ്റുള്ള പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരും കൂടി ചെയ്തിരിക്കുന്നത്. അത് ശക്തമായിട്ട് നമ്മൾ നേരിടാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് അത്യാവശ്യമായ കാര്യമുണ്ട്. എല്ലാവരും ഈ പഞ്ചായത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുകയും ഈ വാർഡിനെ അട്ടിമറിച്ചതിന് ശക്തമായ പ്രതിഷേധം നമുക്ക് രേഖപ്പെടും. നമ്മുടെ ഈ തീരദേശത്തിൻ്റെ ഈ ഒരു പ്രശ്നം നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരെയും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ നഫലിൻ്റെ അഭിപ്രായം പറയും. എൻ്റെ അഭിപ്രായം പറയുന്നത് ഇപ്പം നിലവിൽ എങ്ങനെയാണ് നമ്മൾ വാർഡ് ഇരുന്നത് അതേ കൊണ്ടുവരുന്നത്. ഒന്നുകിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ പഴയ പോലെ അല്ലെങ്കിൽ പുതിയ രീതിക്ക് നിങ്ങൾ 2 വാർഡ് ആക്കേണ്ട ഒരു ജനസംഖ്യ തന്നെ ഈ 10ാം വാർഡിൽ തന്നെ ഉണ്ട്. വീടുകളുണ്ട്. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1800 പരം വീടുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. രേഖയിൽ 300 വീടേ ഉള്ളൂ. ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തിലും ഓരോ പുതിയ വാർഡുകൾ വരിക എന്നുള്ളതാണ് സർക്കാർ നയം. ആ നയത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറെ അവഗണിക്കും. ഇതിൽ രാഷ്ട്രീയമില്ല. അല്ല, ഇപ്പൊ നമുക്ക് 1.5 മെമ്പർ, 2 വാർഡാണെങ്കിലും 1.5 മെമ്പർ കിടക്കില്ലേ? അപ്പൊ നമ്മളിപ്പോ കളിയാക്കണില്ല, നിങ്ങൾക്ക് 1.5 മെമ്പർ ആക്കിയെന്ന്. അപ്പൊ ഇതിന് ഉത്തരവാദി ആര്? ഇതിന് ഉത്തരവാദി നമ്മളാണ്. നമ്മൾ ഒരുമിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ശബ്ദം ഉയരാത്തത്. നമ്മുടെ ശബ്ദം ഉയരണം. രാഷ്ട്രീയ സ്വാധീനം ഇതൊന്നും നമുക്കില്ല. എല്ലാവരും ഒരേ കണക്ക് നിന്നിട്ട് നമ്മൾ ചില ഇലക്ഷൻ തന്നെ ബഹിഷ്കരിക്കേണ്ടി വരും. ഇനി വരുന്ന വികസനമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടാണല്ലോ. എന്ത് പ്രക്ഷോഭ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾ കൂടെ ഉണ്ടാവും. സർക്കാരിന്റെ ശ്രദ്ധയിലും പഞ്ചായത്ത് അധികാരികളെ ഇത് അറിയിച്ച് കർശനമായ നടപടി എടുപ്പിക്കും. ഈ പഞ്ചായത്തിന്റെ 10ാം വാർഡിൽ 1600 പരം വോട്ടുകളുണ്ട്. 1600 പരം വോട്ടുകളുണ്ട്. 2 വാർഡ് ആക്കേണ്ട എല്ലാ സാഹചര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നെന്ന്
1000 പരം വീടുകളുണ്ട്. 250 വീടുകൾ മാത്രമേ പഞ്ചായത്തിൽ ലിസ്റ്റിലുള്ളൂ. അധികാരികൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പാവപ്പെട്ടവർ ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. തീരപ്രദേശത്തെ അവഗണിക്കുന്നു. ഏത് സർക്കാരായാലും ഇതിനൊരു തീരുമാനമെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ ഇവിടെ നമ്മൾ ആരംഭിക്കും. നമ്മുടെ വാർഡ് വെട്ടിച്ചുരുക്കുന്നതിലൂടെ വാർഡ് മെമ്പർമാരുടെ എണ്ണം കുറയുക മാത്രമല്ല, നമുക്ക് ആനുപാതികമായി വാർഡുകൾ എല്ലാ വാർഡിലും ആനുപാതികമായിട്ടാണല്ലോ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എത്ര ഇപ്പൊ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിന്റെ അല്ലെങ്കിൽ ആനുകൂല്യത്തിന്റെ എണ്ണത്തിന്റെ പകുതിയായി ചുരുങ്ങും. അപ്പൊ അത് തീർച്ചയായും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയാണ്. അതെ അതെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ പഞ്ചായത്ത് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും കൃത്യമായിട്ടുള്ള ജനരോക്ഷം, അതായത് പാർട്ടി ഉപേക്ഷിച്ചിട്ട് നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് തന്നെ ഇതിനെതിരെ നമ്മൾ പോരാടും. അത് ഏതറ്റം വരെയും നമ്മളിത് പോരാടും. കാരണം തീരദേശത്ത് ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റ് കിട്ടേണ്ട ഒരു സ്ഥലം തന്നെയാണ് തീരദേശം മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച്. ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മളുടെ നാട്ടുകാരായ ആൾക്കാർ ഇവിടെ തിരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ പിന്നെ വാർഡ് മെമ്പേഴ്സായിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും സെക്രട്ടറിയായിട്ടും ഇരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല സ്ഥാനത്തുള്ള ആൾക്കാരുള്ള ഒരു പ്രദേശമാണ്. അവർക്ക് കൃത്യമായിട്ടറിയാം ഇവിടെയുള്ള ജനസാന്ദ്രത. ചെറിയ ഒരു ഏരിയയുടെ അകത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ജഡ്ജ് കോസ്റ്റൽ ഏരിയ കൂടെയാണ്. അപ്പോൾ ഇവിടെ പിന്നെ 2010 ശേഷം ഒരു 14 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പോപ്പുലേഷൻ ഇത്ര കൂടി എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായിട്ടറിയാം. മുമ്പ് നമ്മളെ കുട്ടിക്കാലത്ത് പറയുകയാണെങ്കിൽ അന്നും 3 വാർഡ്, ഈ പറയുന്ന 3 വാർഡുണ്ട്. അന്ന് നമുക്കിവിടെ നോക്കിയാൽ കടപ്പുറം വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഇന്ന് പെരുമാതുറയെന്ന് ഇതേപോലെ പാരലായിട്ടുള്ള 3 റോഡ് വന്നിട്ടുണ്ട്, ഇല്ലേ? ഇപ്പോൾ നമുക്ക് അപ്പോഴി അങ്ങോട്ട് എടുക്കാം. നമ്മളെ ഒരു റോഡ്, അത് കഴിഞ്ഞ് സെൻട്രൽ പള്ളിയുടെ ബാക്കിലൂടെ ഒരു റോഡ് വന്നിട്ടുണ്ട്. ഇത് വടക്കോട്ട് പോകുമ്പോൾ 4 റോഡായി. ബിലാൽ മസ്ജിദിനടുത്തുള്ള റോഡ് വന്നിട്ടുണ്ട്. ഈ റോഡിൻ്റെ തന്നെ അങ്ങോട്ട് അതിൻ്റെ എൻഡ് വരെ വരുമ്പോഴത്തേക്ക് അതങ്ങനെ ഉണ്ട്. 3ാമത് മെയിൻ റോഡ്. പിന്നെ എത്ര വീടുകളാണ് കൂടിയിട്ടുള്ളത്, എത്ര കുടുംബങ്ങളാണ് അതിനുശേഷം വന്നിട്ടുള്ളത്, എത്ര കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഇതിനനുസരിച്ച് ജനം കൂടുന്നതിനനുസരിച്ച് പിന്നെ നമ്പർ ഓഫ് പിന്നെ ആളുകളുടെ എണ്ണം അതിൽ വർധനവുണ്ടായി. പിന്നെ വീടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കറണ്ട് വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാം മിക്കവാറും ഉള്ളത്. അപ്പോൾ സർക്കാരിന് തന്നെ കൃത്യമായിട്ടറിയാം. ഇലക്ട്രിസിറ്റിയുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ തന്നെ കൃത്യമായിട്ടറിയാം എത്ര വീടുകൾ അതിനുശേഷം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പല ഉദ്ദേശം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ തീരദേശത്തുള്ള ഒരു അവഗണനയാണ് 100%. കാരണം കോസ്റ്റൽ ഏരിയ, ഈ ഏരിയ കൊണ്ടാണ് നമ്മളുടെ പഞ്ചായത്ത് നിലനിൽക്കുന്നത്, ബാങ്കുകൾ നിലനിൽക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 45-50 വർഷമായിട്ട് ഈ പുതിയ ഈ നേതൃത്വം എന്ത് പിന്നെ വികസനമാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്? ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാം അതാര് കൊണ്ടുവന്നത്, എന്താണ് അതിൻ്റെ കഥയെന്ന്. അവിടെ ഒരു സ്കൂളുണ്ട്, 125 വർഷത്തിൻ്റെ വർഷം പഴക്കമുള്ള സ്കൂളെന്ന് പറയുമ്പോൾ അടുത്ത ആഘോഷങ്ങളൊക്കെ നടന്നു. ശരിക്ക് നമുക്ക് 125 വർഷം പഴക്കമുള്ള ഒരു സ്കൂള് ഇപ്പോൾ ഹൈസ്കൂളായിട്ട് അത് കഴിഞ്ഞ് +2 ഉള്ള സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അതിൻ്റെ സ്ട്രക്ചർ പെരയിടം പോലും ഒന്ന് ഇതാക്കി എടുക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണുള്ളത്. ഈ പറഞ്ഞാൽ നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണന കൂടുതൽ നമ്മുടെ നാടിനെ അവഗണന എന്ന് ഇനി അവഗണിക്കുന്നു എന്നല്ല പറയേണ്ടത്. പണ്ട് തൊട്ടേ അവഗണന നേരിടുന്ന സ്ഥലമാണ്. കാരണം ഈ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പെരുമാതിരിയുള്ള ആൾക്കാർ ചിന്തിച്ചാൽ മതി, ഇത്രയും നാളായിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് പുതിയ സംരംഭങ്ങളാണ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള. സ്കൂള് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് ഇത്രയും വർഷം നടക്കുന്ന അതേ LP സ്കൂളാണ്, ലോവർ പ്രൈമറി സ്കൂളാണ് ഇപ്പോഴും പെരുമാറിയിരിക്കുന്നത്. അതൊരു അപ്പർ പ്രൈമറി ആക്കാൻ നമ്മുടെ ജംഗ്ഷനിലെ ഒരു സ്കൂളിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല. 45-50 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യവും പിന്നെ സ്ഥാനമാനങ്ങളും എല്ലാം നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മളുടെ സമൂഹത്തിന് എന്ത് നേടി? ഇവരെ കൊണ്ട് എന്ത് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു? ഹോസ്പിറ്റല്, ഈ നിൽക്കുന്ന മാവാട കുട്ടിക്കാലത്തുള്ള അതേ ഹോസ്പിറ്റല് അല്ലേ? സ്ട്രക്ചറിൽ ഇത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. എന്ത് സംവിധാനങ്ങളാണ് വന്നിട്ടുള്ളത്?
ഉദ്ഘാടനം ചെയ്യാം. വേറെ ഒന്നും വേണ്ട. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ മാതാവിന്റെ നമ്മളെല്ലാം കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് തുമ്പയിലാണ് പ്രസവിക്കാൻ കൊണ്ടുപോകുന്നത്. അല്ല അവിടെ തന്നെ ഇപ്പൊ അന്ന് അതിനുശേഷം എന്തെല്ലാം അന്ന് ഇവിടെ പെരുമാറ റോഡില്ല. ഈ പറയുന്ന സമയത്ത് അവരെ ബസ് വരും, ബാക്കി എല്ലാ സംവിധാനവും. കോസ്റ്റൽ ഏരിയയും വിഭാഗീയമായിട്ട് തിരിച്ച് ഇപ്പൊ അതിനേക്കാൾ ഉപരി ഇത് കട്ട് ചെയ്ത് വേറെ പല രാഷ്ട്രീയ ഉദ്ദേശമൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും സ്വാഭാവിക ബുദ്ധിയുള്ള നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് സ്വാഭാവിക മനുഷ്യർ ഒരു ആസ് എ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, കാര്യങ്ങൾ അറിയാവുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തന്നെ ശക്തമായിട്ട് എതിർക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതെന്തായാലും ഒരു കൃത്യമായിട്ടുള്ള നടപടിയല്ലേ അവർ സ്വീകരിച്ചത്. ജനസംഖ്യ വെച്ച് നോക്കിയാലും എല്ലാം വെച്ച് നോക്കിയാലും പറഞ്ഞുള്ള ഒരു വാർഡും കൂടെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനവും അത്രയും പിന്നെ പോപ്പുലേഷനും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ 19 വാർഡ് എന്നുള്ളത് 20 വാർഡ് ആക്കേണ്ട സ്ഥാനത്ത് അതിന്റെ പിന്നിലാക്കുന്ന ഒരു സംഭവം തന്നെ അട്ടിമറിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം ഇതിന്റെ പിന്നിൽ എന്താണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ പെരുമാറുകളുടെ എല്ലാ ആൾക്കാരും മനസ്സുകൊണ്ടും എല്ലാം ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പ്രോട്ടോക്കോളോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ ഉണ്ടായിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നടപടി ശരിയല്ല, സംവിധാനം ശരിയല്ല. പുനർപരിശോധിക്കുകയും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.